സെക്രട്ടേറിയറ്റ് നടയിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ച ആശാ വർക്കേഴ്സ് അസോസിയേഷൻ സമരത്തിന് പിന്തുണയുമായി നിയമസഭ ബഹിഷ്കരിച്ച് സമരപ്പന്തലിലേക്ക് UDF MLA-മാർ മാർച്ച് നടത്തി. എന്നാൽ ആശമാരുടെ പ്രശ്നമടക്കം ഉന്നയിക്കാൻ ഡൽഹിയിലെത്തിയ മന്ത്രി വീണ ജോർജിന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ കൂടിക്കാഴ്ചയ്ക്ക് സമയം നൽകിയില്ല. വൈകാരികമായ വാക്കുകളിലാണ് ആശമാരുടെ നിരാഹാര സമരം സംസ്ഥാന ദുരന്ത നിവാരണ മാനേജ്മെന്റ് സെന്റർ മുൻ മേധാവി KG താര ഉദ്ഘാടനം ചെയ്തത്. ശേഷം സമരം ചെയ്യുന്നവർക്ക് ഐക്യദാർഢ്യ പ്രതീകമായി മരത്തൈ കൈമാറി. പ്ലാസ്റ്റിക് കവറിലിട്ട് വെള്ളമൊഴിക്കാതെ വെയിൽ തട്ടാതെ വച്ചാൽ ഈ ചെടി കരിഞ്ഞു പോകും. അത് നിങ്ങളെ ഈ വെയിലത്തും മഴയത്തും നിർത്തിയിരിക്കുന്നത് പുതുനാമ്പുകൾ മുളച്ചു വരാനാണ്. ആ നല്ല മനസ്സിന് ഒരു 100 കോടി നമസ്കാരം പറയാനാണ് കൈയടിച്ച് സ്വീകരിക്കണമെന്ന് ഞാൻ പറയുന്നത്. ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി MA ബിന്ദു, തങ്കമണി, ഷീജ എന്നിവരാണ് ആദ്യഘട്ടത്തിൽ നിരാഹാരമിരിക്കുന്നത്. പ്രതിഫലം 21,000 രൂപയായി ഉയർത്തണം, വിരമിക്കൽ ആനുകൂല്യങ്ങൾ അനുവദിക്കണം എന്നിവയുൾപ്പെടെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കാതെ സമരം അവസാനിപ്പിക്കില്ല എന്നുറച്ചാണ് സമരക്കാർ. സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സ് അസോസിയേഷന് ഐക്യദാർഢ്യവുമായി UDF MLA-മാർ എത്തി. നിയമസഭ ബഹിഷ്കരിച്ച് പ്രകടനമായാണ് MLA-മാർ സമരപ്പന്തലിലേക്ക് എത്തിയത്. സഭയ്ക്കകത്തും പുറത്തും ആശമാർക്കായി അടിയുറച്ചു നിൽക്കുമെന്ന് പ്രതിപക്ഷം പ്രഖ്യാപിച്ചു. ഈ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കിയാൽ ഗവൺമെന്റിനെയും മുഖ്യമന്ത്രിയെയും ആദ്യം അഭിനന്ദിക്കുന്നത് കേരളത്തിലെ പ്രതിപക്ഷമായിരിക്കും. ഞങ്ങൾക്ക് ഇതിൽ രാഷ്ട്രീയമില്ല. ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, കൂടെ ഉണ്ടാകും. ഇതിന് ന്യായമായ പരിഹാരം ഉണ്ടാകുന്നത് വരെ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അതേസമയം ഡൽഹിയിലെത്തിയ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കാണാൻ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ സമയം അനുവദിച്ചില്ല. ആശാ വർക്കർമാർക്കുള്ള ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുന്നതടക്കം ചർച്ച ചെയ്യാനാണ് വീണ ജോർജ് ഡൽഹിയിലെത്തിയത്. മുഖ്യമന്ത്രി വന്നാൽ ചർച്ച ചെയ്യാമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. നാളെയും മറ്റന്നാളും ഡൽഹിയിലുള്ള മുഖ്യമന്ത്രി JP നദ്ദയെ കണ്ടേക്കും. എന്നാൽ സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിക്കേണ്ട ഓണറേറിയത്തിന്റെ കാര്യത്തിന് മന്ത്രി എന്തിന് ഡൽഹിയിൽ പോയെന്ന് സമരക്കാർ ചോദിച്ചു. ഓണറേറിയം തീരുമാനം സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് എടുക്കേണ്ടുന്നത്. ആ കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് കേന്ദ്രത്തിൽ വരെ പോകേണ്ടുന്ന കാര്യമില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം സംസ്ഥാന സർക്കാരിന് തീരുമാനിക്കാവുന്ന ഒരു കാര്യത്തിന് കേന്ദ്ര ധനമന്ത്രിയുടെ അനുമതി വേണ്ടല്ലോ. സംസ്ഥാനം ഓണറേറിയം വർദ്ധിപ്പിച്ചാൽ മതി, കേന്ദ്രം ഇൻസെന്റീവ് വർദ്ധിപ്പിക്കേണ്ട എന്ന നിലപാടിൽ രാഷ്ട്രീയമുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. വളരെ കൃത്യമായ രാഷ്ട്രീയമാണല്ലോ. ഈ ഒറ്റ സ്റ്റേറ്റ്മെന്റ് മതി ആ രാഷ്ട്രീയം മനസ്സിലാക്കാൻ. 2005-2006 കേന്ദ്ര സ്കീമിൽ 1 രൂപ പോലും കൂട്ടിയിട്ടില്ല. അത് ഞങ്ങൾക്ക് വേണ്ട. ഇനി നിങ്ങൾ ഓർഡിനറി വർദ്ധിപ്പിച്ചാൽ മതി എന്നുള്ള പൊളിറ്റിക്സ് ആണ് ഈ സമരത്തിൽ എന്നുള്ളതാണല്ലോ. നദ്ദയെ കാണാൻ കഴിയാത്ത സാഹചര്യത്തിൽ ആവശ്യങ്ങളടങ്ങിയ നിവേദനം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കൈമാറിയ ശേഷം വീണ ജോർജ് ഡൽഹിയിൽ നിന്ന് മടങ്ങി. ന്യൂസ് മലയാളം, തിരുവനന്തപുരം, ഡൽഹി.